കർക്കിടകത്തെ വരവേറ്റ് കലിയൻ ഘോഷയാത്ര ഉത്തര മലബാറിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് ബാലുശ്ശേരിയിലെ വൈകുണ്ഠം നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കലിയൻ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. പലയിടങ്ങളിലും ഈ ആചാരം അന്യം നിന്നു പോയെങ്കിലും ഇപ്പോഴും വടക്കൻ മലബാറിലെ പലയിടങ്ങളിലും മുടങ്ങാതെ ആഘോഷിക്കാറുണ്ട്. മിഥുനമാസത്തിലെ അവസാന ദിവസം വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ കാർഷിക ഐശ്വര്യത്തിനായി നടത്തുന്ന അപൂർവ ചടങ്ങാണ് കലിയന് കൊടുക്കൽ. കൃഷിയുടെയും വിളവിന്റെയും ദേവനായ കലിയനോട് സമൃദ്ധി തേടിയുള്ള ഈ ആചാരം ഇന്നും പേരാമ്പ്ര മേഖലയിലെ നിരവധി വീടുകളിൽ വിപുലമായി കൊണ്ടാടുന്നു. കർക്കിടക മാസത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീരട്ടെ, പഞ്ഞമാസത്തിൽ വിശപ്പടക്കാൻ ചക്കയും മാങ്ങിയും തരണേ എന്ന നാടൻ വിളിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. സന്ധ്യക്കാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക. കുട്ടികളാണ് ഇതിലെ പ്രധാനികൾ. മുതിർന്നവരുടെ നേതൃത്വത്തിൽ ഈർക്കിൾ, വാഴത്തട, പ്ലാവില എന്നിവ ഉപയോഗിച്ച് പശു, കാള, ആട്, കോണി, കലപ്പ, ആല, കൂട, ഏങ്ങി തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ രൂപങ്ങൾ നിർമ്മിക്കും. കർക്കിടക മാസത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി വൈകുണ്ഠം നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരമ്പരാഗത കലിയൻ വരവേൽപ്പ് സംഘടിപ്പിച്ചത്. തോരാത്ത മഴ, പിന്നെ കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം ഇതെല്ലാം ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നമുക്ക് നാട്ടുവിഭവങ്ങൾ, ചക്ക, മാങ്ങ പോലത്തെ നാട്ടുവിഭവങ്ങൾ, അതുപോലെ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അന്നത്തെ കാലത്ത് കലിയൻ എന്ന ദേവനെ ആരാധിക്കാറുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കരിയാക്കു എന്ന് വിളിച്ചുകൊണ്ട് അക്കാലത്ത് പിന്നെ നാടുനീളെ നടന്ന് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു അവസരത്തിൽ ദാരിദ്ര്യമൊക്കെ പോയെങ്കിലും പിന്നെ നല്ല രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ആചാരങ്ങൾ നാട്ടിൻപുറത്തൊക്കെ ആചരിക്കുന്നുണ്ട്. പിന്നീട് തൊടിയിലെ പ്ലാവിന്റെ ചൂട്ടിലെത്തി ഒരുക്കിയ നൈവേദ്യങ്ങൾ കലിയന് സമർപ്പിച്ച് അടുത്ത വർഷത്തെ നല്ല വിളവിനും കാർഷിക പുരോഗതിക്കുമായി പ്രാർത്ഥിക്കും. ഗ്രാമവാസികളുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കലിയൻ അനുഗ്രഹം നൽകുമെന്നാണ് ഈ ആചാരത്തിന് പിന്നിലെ വിശ്വാസം. കൈരളി ന്യൂസ്, കോഴിക്കോട്.